ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുരുജി പറയുകയാണ്, കാലത്തിന് ചില വ്യക്തമായ കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്, ഒരിക്കലും പിഴയ്ക്കാത്ത കണക്കുകൾ. രാജേശ്വരിയുടെ കാര്യത്തിലും കാലം ശിക്ഷ വിധിച്ചു എന്ന് കരുതിയാൽ മതി. അഖില പറയുകയാണ്, അവൾ എന്റെ തൃച്ചംബരത്തെ ആകെ ഉലച്ചു കളഞ്ഞു, എല്ലാ ബന്ധങ്ങളും ശിഥിലമാക്കി. ശിഥിലമായതൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാം അഖില, സമാധാനിക്ക്. എല്ലാം സഹിക്കാൻ ഗുരുജി. ആ പാവം ദാസേട്ടനെ അവൾ സ്വന്തമായെന്ന് കരുതുന്ന ചില ബന്ധങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പകരം വെക്കാനാവാത്ത ഒരു ബന്ധം. മരണത്തിനു മാത്രമേ ആ ബന്ധങ്ങളെ അകറ്റാൻ കഴിയൂ. അങ്ങനെ ഒരു ബന്ധമായിരുന്നു ഞാനും ദാസേട്ടനും തമ്മിൽ. ആ മനുഷ്യൻ എനിക്ക് കൂടപ്പിറപ്പ് തന്നെയായിരുന്നു. ഗുരുജി പറയുകയാണ്, അത് ദാസിന്റെ വിധി ദൈവനിശ്ചയമനുസരിച്ച് നടപ്പിലാക്കുകയായിരുന്നു എന്ന് കരുതിയാൽ മതി. കാലത്തിന്റെ മറ്റൊരു കണക്ക്. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ ഈ രാജരാജേശ്വരിയെ ഒരിക്കൽ തൃച്ചംബരത്ത് വച്ച് കണ്ടിരുന്നു. അഖില എന്നോട് പെരുമാറുന്നത് പോലെ തന്നെയായിരുന്നു ആ സ്ത്രീയും എന്നോട് പെരുമാറിയത്. പക്ഷേ ഞാൻ തൃച്ചംബരത്ത് നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങിയപ്പോൾ പിന്നീട് ഗുരുജി തൃച്ചംബരത്ത് രാജേശ്വരിയെ കണ്ട കാര്യം വിവരിക്കുകയാണ്. ഗുരുജി വീണ്ടും പറയുകയാണ്, അദൃശ്യമായ ഒരു യാന്ത്രിക പ്രേരണയാൽ അത് അഖില തന്നെയാണോ എന്ന് ഞാൻ സംശയിച്ചു. ആ സംശയം ശരി തന്നെയായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി, ആനന്ദ് ഉദകക്രിയ ചെയ്തു കഴിഞ്ഞു. അനുബന്ധമായി ബലികർമ്മങ്ങൾ നടക്കാൻ പോവുകയാണ്. ഉടല് വിട്ടുപോകാത്ത ആത്മാവിന് ബലികർമ്മങ്ങൾ അർപ്പിക്കുമ്പോൾ അത് ചെയ്യുന്നയാൾക്ക് പാപദോഷങ്ങൾ ഉണ്ടാകും. അതിനുള്ള പരിഹാര കർമ്മങ്ങൾ കൂടി ചെയ്യണം. അന്നേരം ഗുരുജിക്ക് ഒരു ഫോൺ വരികയാണ്. ഗുരുജി പറയുകയാണ്, നമ്പർ മാത്രമേ ഉള്ളല്ലോ അഖില, അത് എനിക്കുള്ള കോളാണ്, തന്നേക്കൂ. അഖില ഫോൺ ചെയ്യുമ്പോൾ ഗുരുജി ഒന്ന് സംശയിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കർമ്മം ചെയ്യുന്ന ആനന്ദിനെയാണ്. കുളക്കടവിൽ അരവിന്ദ് നോക്കി നിൽപ്പുണ്ട്. പൂജാരി അരവിന്ദിനോട് ചോദിക്കുകയാണ്, അച്ഛൻ വന്നില്ലേ മോനെ? ഇല്ല, അച്ഛൻ ഇതൊന്നും മനസ്സുകൊണ്ട് താങ്ങാൻ ആവില്ല. അപ്പോൾ പിന്നീട് ആനന്ദിനോട് പൂജാരി ഇരിക്കാൻ പറയുകയാണ്. പൂജാരി ആനന്ദിനോട് ചെയ്തോളൂ എന്ന് പറയുന്നു. പവിത്രമെടുത്ത് മോതിരവിരൽ ഇട്ടോളൂ. പിന്നീട് ആനന്ദ് കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണ്. സങ്കടത്തോടെ അരവിന്ദ് അത് നോക്കി നിൽക്കുകയാണ്. പൂജാരി പറയുന്നു, ചോറ് ഉരുട്ടിക്കോളൂ. ആനന്ദ് ചോറ് ഉരുട്ടുമ്പോൾ 3 ഉരുള എന്ന് പൂജാരി പറയുകയാണ്. പൂജാരി പറയുന്നു, ഭഗവാനെയും പരദേവതമാരെയും ഗുരുകാരണവന്മാരെയും ആദ്യം മനസ്സിൽ പ്രാർത്ഥിച്ചോളുക. പൂജാരി മന്ത്രം ചൊല്ലിക്കൊടുക്കുമ്പോൾ ആനന്ദ് അത് ഏറ്റുചൊല്ലുകയാണ്. പൂജാരി പറയുന്നു, വലത് കൈകൊണ്ട് ഓരോ ഉരുള പരിച്ചോറെടുത്ത് ഇവിടെ വെച്ചോളൂ. അന്നേരം അരവിന്ദിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. പൂജാരി പറയുന്നു, വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. ആത്മാവ് വിഷ്ണുപാദം പോകാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. മകയിരം നക്ഷത്രജാതായ ചണ്ഡേശ്വരി നാമധേയായ. പിന്നീട് മന്ത്രങ്ങൾ ആനന്ദ് ഏറ്റുചൊല്ലുകയാണ്. ഇലയുമായി ആനന്ദ് കുളത്തിൽ മുങ്ങാൻ പോകുന്നേരം വിളക്കിലെ ഒരു തിരി അണയുന്നുണ്ട്. കുളക്കടവിൽ ഇല വെച്ച ആനന്ദിനോട് പൂജാരി പറയുകയാണ്, ഇനി ആ ഈറൻ കൈകൊണ്ട് കൈകൊട്ടിക്കോളൂ. പക്ഷെ ആനന്ദ് കൈകൊട്ടുമ്പോൾ ഒരു ബലിക്കാക പോലും വരുന്നില്ല. പൂജാരി പറയുകയാണ്, ഇനി ആ ദർഭ വിരലിൽ നിന്നും ഉരുക, അഴിച്ച് നനച്ച് പിന്നിലേക്ക് കളഞ്ഞോളൂ. പൂജാരി പറയുകയാണ്, ഒന്നും അടിക്കുന്നതാണ്, കാക്കകൾ വന്നോളും, വിഷമിക്കേണ്ട, ബലിക്കാക്കകൾ സാധാരണ പതുക്കെ വരാറുള്ളൂ. ആനന്ദിനോട് പറയുകയാണ്, ഇനി ഈറൻ മാറിക്കോളൂ, നടന്നോളൂ. കയറി വന്ന ആനന്ദിന് നേരെ അരവിന്ദ് വസ്ത്രം നീട്ടുമ്പോൾ ഇതാ ബ്രോ എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് അത് വാങ്ങുന്നില്ല. പകരം അടുത്തു നിന്ന ആളിൽ നിന്നും മുണ്ട് വാങ്ങുകയാണ് ആനന്ദ്. എന്നിട്ട് അരവിന്ദിനെ നോക്കാതെ പോവുകയാണ് ആനന്ദ്. ഇത് കണ്ട് സങ്കടത്തോടെ അരവിന്ദ് ആനന്ദിനെ നോക്കി നിൽക്കുകയാണ്. ആനന്ദ് വസ്ത്രം വാങ്ങിയത് താൻ വന്ന ഓട്ടോ ഡ്രൈവറിൽ നിന്നാണ്. ഓട്ടോ ഡ്രൈവർ ആനന്ദിനോട് ചോദിക്കുകയാണ്, എന്താ സാർ ആനന്ദ് അനയൻകുട്ടനോട് ഇത്ര പിണക്കം? എന്തെങ്കിലും ഒന്ന് മിണ്ടാമായിരുന്നു. ആര് പറഞ്ഞു എനിക്കവനോട് പിണക്കമുണ്ടെന്ന്? ഫാസിക്ക് വെറുതെ തോന്നുന്നതാണ് അണ്ണ. എനിക്ക് ബന്ധുക്കളായിട്ട് ആരും ഇല്ല. എന്നാലും എന്റെ അണ്ണനോ അച്ഛനോ ആരൊക്കെയാണ് സുബ്രു അണ്ണൻ. എന്നെ ശാസിക്കാനും ഉപദേശിക്കാനും അധികാരമുള്ള ഒരേ ഒരാൾ. ആ അണ്ണന്റെ മനസ്സ് എനിക്കറിയാം. അതുപോലെ തന്നെയാണ് ആനന്ദണ്ണനും. അണ്ണന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. പക്ഷെ നിങ്ങൾ തമ്മിൽ രക്തബന്ധമല്ലേ അണ്ണ? നീ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായാൽ ഏട്ടനായ അണ്ണനല്ലേ അത് തിരുത്തേണ്ടത്? ആനന്ദ് പറയുകയാണ്, ഫാസി ആള് കൊള്ളാമല്ലോ, വണ്ടി എടുക്ക്, പോകാം. പിന്നീട് ആനന്ദ് അവിടെ നിന്നും ഓട്ടോയിൽ കയറി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ഫോട്ടോയിലെ വിളക്കിന് മുമ്പിൽ വിളക്ക് കത്തിക്കുന്ന നന്ദനെയാണ്. അടുത്ത് വിലാസിനിയുമുണ്ട്. അന്നേരം കതക് തുറന്ന് ശിവരാമകൃഷ്ണൻ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ കാഴ്ച കണ്ട് ദേഷ്യപ്പെട്ട ശിവരാമകൃഷ്ണൻ നന്ദനോട് ചോദിക്കുകയാണ്, എന്താ ഇതെന്തിനാ ഇവിടെ ഒരു ഫോട്ടോ, അതിനൊരു പൂമാല, എന്താ അഖില മരിച്ചോ? ഇത് കേട്ട് വിലാസിനെയും നന്ദനെയും അന്തം വിട്ട് ശിവരാമകൃഷ്ണനെ നോക്കുകയാണ്. നന്ദന പറയുന്നു, അങ്കിൾ ശിവരാമേട്ട അത് എന്ന് വിലാസിനി പറയുമ്പോൾ വിലാസിനിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ശിവരാമകൃഷ്ണൻ ദേഷ്യപ്പെടുകയാണ്. മിണ്ടരുത്, മരിച്ചവരുടെ ഫോട്ടോയിലാണ് മാല ചാർത്തുന്നത്, മരിച്ചവരുടെ ഫോട്ടോയ്ക്ക് മുമ്പിലാണ് വിളക്ക് കത്തിച്ചു വെക്കുന്നത്. എന്റെ അഖില മരിച്ചിട്ടില്ല. നിങ്ങൾക്കൊക്കെ അവൾ ഇല്ലാതാകണമെന്ന് മോഹമുണ്ടാകും, പക്ഷേ അതൊന്നും ഇവിടെ നടക്കില്ല. വിലാസിനി പറയുകയാണ്, അയ്യോ ശിവരാമേട്ട, അഖിലേച്ചി എന്ന് പറയുമ്പോഴേക്കും വിലാസിനി അടുത്തേക്ക് ഓടിയെടുക്കുകയാണ് ശിവരാമകൃഷ്ണൻ. ദേഷ്യത്തോടെ പറയുകയാണ്, നിന്റെ അടുത്തല്ലേ മിണ്ടരുതെന്ന് പറഞ്ഞത്? എന്നിട്ട് വിലാസിനിക്ക് നേരെ കൈ ചൂണ്ടി പറയുകയാണ്, നീയാണ് അവളെ പ്രധാനമായിട്ടും കൊല്ലാൻ നടക്കുന്നത്. അഖിലയെ
എങ്ങാനും തൊട്ടാൽ നിന്നെ കൊല്ലുന്നത് ഞാനായിരിക്കും. നന്ദനയോട് പറയുകയാണ് ആ വിളക്ക് കെടുത്ത്. അന്തിച്ചു നിൽക്കുന്ന നന്ദനയോട് വീണ്ടും ദേഷ്യപ്പെടുത്തുകയാണ്. എടി കെടുത്താൻ. ഒന്നും ചെയ്യാതെ നന്ദന നിൽക്കുമ്പോൾ ശിവരാമകൃഷ്ണൻ പെട്ടെന്ന് ആ വിളക്ക് ഊതി അണയ്ക്കുകയാണ്. കൊല്ലാൻ നടക്കുന്നു, അവളെ എങ്ങനെയെങ്കിലും കൊല്ലാൻ നടക്കുന്നു ഓരോരുത്തർ. എന്നിട്ട് വെറുതെ പിച്ചും പേയും പറയുകയാണ് ശിവരാമകൃഷ്ണൻ. അന്നേരം അവിടേക്ക് അരവിന്ദ് വരികയാണ്. ശിവരാമകൃഷ്ണൻ അരവിന്ദിനോട് ചോദിക്കുകയാണ്, നീ ഇതെവിടെ പോയിരുന്നു? എന്നിട്ട് വീണ്ടും ഉച്ചത്തിൽ ചോദിക്കുകയാണ്, എടാ ചോദിച്ചത് കേട്ടില്ലേ, എവിടെ പോയിരുന്നെന്ന്? അച്ഛാ, ഞാൻ ബലിയിടാൻ പോയതാണ്. ആർക്ക് ബലി? എന്തിനു ബലി? എടാ, മരിച്ചവർക്ക് വേണ്ടിയല്ലേ ബലിയിടുന്നത്? ഇവിടെ ആരാ മരിച്ചത്? എല്ലാവരും കൂടി എന്നെ ഒരു ഭ്രാന്തനാക്കരുത്. മരണം മരണം മരണം. ബലിതർപ്പണം, ഉദകക്രിയ, പട്ടടകത്തികൾ, ആളുകൾ വരുന്നു, അനുശോചനം അറിയിക്കുന്നു, ദുഃഖം അറിയിക്കുന്നു, സഹതപിക്കുന്നു. എടാ, അതിനെന്റെ അഖില മരിച്ചിട്ട് വേണ്ടേ ഇതൊക്കെ ചെയ്യാൻ? അച്ഛന്റെ ഈ അവസ്ഥ കണ്ട് വേദനയോടെ അരവിന്ദ് വിളിക്കുകയാണ്, അച്ഛാ. ദേഷ്യത്തോടെ വീണ്ടും ശിവരാമകൃഷ്ണൻ പറയുകയാണ്, മക്കൾ, അമ്മയെ കൊല്ലാൻ നടക്കുന്ന മക്കളും മരുമക്കളും. എന്റെ അഖിലയെ തൊട്ടാൽ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല, പറഞ്ഞേക്കാം. എന്നിട്ട് ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുകയാണ് ശിവരാമകൃഷ്ണൻ. വാച്ച് നോക്കി വെറുതെ പറയുന്നുണ്ട്, പറയാതെ പോയല്ലോ. എന്നിട്ട് അരവിന്ദിനോട് ചോദിക്കുകയാണ്, അരവിന്ദ്, എടാ നീ വിളിച്ചിട്ട് അവളെ ഫോണിൽ കിട്ടിയോ? അവൾ എവിടെയായിരുന്നു എന്നാണ് പറഞ്ഞത്? നന്ദനയ്ക്കും അരവിന്ദിനും ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. അന്തം വിട്ട് വിലാസിനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അച്ഛാ എന്നും പറഞ്ഞ് അരവിന്ദ് ഓടി വന്ന് ശിവരാമകൃഷ്ണനെ പിടിക്കുകയാണ്. ശിവരാമകൃഷ്ണൻ പറയുന്നു, പറയണ്ട, ഒന്നും പറയണ്ട. അമ്മയും മോനും കൂടി സർപ്രൈസ് തരാൻ ഇരിക്കുകയായിരിക്കും അല്ലേ? പണ്ടും ഇങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതല്ലേ? പറഞ്ഞുകൊണ്ട് വീണ്ടും അരവിന്ദ് അച്ഛാന്ന് വിളിക്കുകയാണ്. എടാ, അവള് വേഗം വരും. എന്നെ വിട്ടിട്ട് അവൾക്കെങ്ങും പോകാനൊക്കില്ല. അവളില്ലെങ്കിൽ ഞാനില്ലെന്ന് അവൾക്കറിയാം. അവളില്ലാത്തൊരു ലോകത്ത് ഞാനുണ്ടാകില്ല. കൊണ്ട് ശിവരാമകൃഷ്ണൻ പറയുകയാണ്, അതുകൊണ്ട് അവൾ തിരിച്ചു വരും. വീണ്ടും ശിവരാമകൃഷ്ണൻ പറയുകയാണ്, ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നു. ഞാൻ വിഷമിക്കുമെന്ന് അവൾക്കറിയാം, അഖിലയ്ക്ക് അറിയാം. അവൾ വരും, വരും, വേഗം വരും അഖില, വേഗം വരും. വീണ്ടും നന്ദനയുടെ നേർക്ക് തിരികെയാണ് ശിവരാമകൃഷ്ണൻ. ആരെയെങ്കിലും കുറച്ചു നേരം കണ്ടില്ലെങ്കിൽ അവൾ മരിച്ചതായിട്ട് കരുതി വിളക്ക് വെച്ച് മാലയിടുകയാണോ? എന്തൊരു ആൾക്കാരാടാ ഇതൊക്കെ. എന്നിട്ട് വിലാസിനിയെ വിളിക്കുകയാണ്, വിലാസിനി, ഞാൻ തിരിച്ചു വരുമ്പോൾ ഇതൊന്നും ഇവിടെ കണ്ടേക്കരുത്, പറഞ്ഞേക്കാം. വീണ്ടും വരും വരും എന്നൊക്കെ പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ അകത്തേക്ക് പോവുകയാണ് ശിവരാമകൃഷ്ണൻ. ഇതൊക്കെ കണ്ട് തളരുകയാണ് അരവിന്ദ്. അതിനുശേഷം വിലാസിനി ഫോട്ടോയിൽ നിന്നും മാലയൊക്കെ ഇളക്കി മാറ്റുകയാണ്. തിരിച്ച് ആനന്ദ് സുബ്രുവിന്റെ വീട്ടിൽ എത്തുകയാണ്. ആനന്ദ് ചോദിക്കുന്നു, ഫാസി അകത്തേക്ക് കയറുന്നുണ്ടോ? ഇല്ല, 10 ഓട്ടം കിട്ടുന്ന സമയമാണ്, പോട്ടെ, വൈകിട്ട് കാണാം. ശരിയെന്നും പറഞ്ഞ് ആനന്ദ് അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ കല്യാണി നിൽക്കുന്നത് കണ്ട് ആനന്ദ് തിരിഞ്ഞടക്കുകയാണ്. കല്യാണി ചോദിക്കുന്നു, അമ്മയുടെ ബലിതർപ്പണങ്ങളൊക്കെ കഴിഞ്ഞോ? എന്താ നിന്റെ ചോദ്യത്തിലൊരു പരിഹാസം? പരിഹാസമൊന്നും ഇല്ല വലിയ കുഞ്ഞെ. ഇനിയെങ്കിലും എന്നെ ഒന്ന് കേൾക്കാനുള്ള സമയം ഉണ്ടോന്നറിയാനാണ്. സമയമുണ്ടാവണം. തിരിഞ്ഞു നടക്കുന്ന ആനന്ദിനോട് വീണ്ടും കല്യാണി പറയുകയാണ്, ഒന്ന് നിൽക്ക്. ഇനി എന്താണ് നിനക്ക് വേണ്ടത്? എന്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഓ, നിന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് തെളിയിക്കാനാണെങ്കിൽ നീ ചൂണ്ടിക്കാണിച്ച പ്രതി ഇപ്പോൾ ഇല്ലല്ലോ. പ്രതിക്ക് വധശിക്ഷ കിട്ടിയില്ലേ? അത് ഞാൻ മാത്രം ചൂണ്ടിക്കാണിച്ച പ്രതിയല്ലല്ലോ. എന്തായാലും ശരി, ആ പ്രതി മരിച്ചുപോയി. ഞാനിപ്പോൾ ആ പ്രതിയുടെ ബലിതർപ്പണം കഴിഞ്ഞിട്ട് വരികയാണ്. തീർന്നില്ല, ബാക്കിയും കൂടി കേട്ടോ. ബലിതർപ്പണം കഴിഞ്ഞ് ഞാൻ കൊടുത്ത ബലിച്ചോറ് പോലും എന്റെ അമ്മയുടെ ആത്മാവ് സ്വീകരിച്ചില്ല. എന്തുകൊണ്ടെന്നോ, അത്രക്കേറെയായിരുന്നു അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത തീരാവേദന. ഒന്ന് നീ മനസ്സിലാക്കിക്കോ. കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ട പ്രതി കൊല്ലപ്പെട്ട സ്ഥിതിക്ക് അല്ലെങ്കിൽ മരണപ്പെട്ട സ്ഥിതിക്ക് ഇനി അവരുടെ പേരിലുള്ള കുറ്റം നിലനിൽക്കില്ല. ആ കേസ് നീ മറന്നേക്ക്. നിന്റെ അച്ഛനെ കൊന്ന പ്രതിക്ക് ഏതൊരു വാദിയെയും പോലെ തൂക്കുമരം കിട്ടണമെന്ന് നീ ആഗ്രഹിച്ചു. നിന്റെ ആഗ്രഹവും പ്രതികാരവും ഒക്കെ നടന്നു കഴിഞ്ഞു. തൂക്കിക്കൊന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ പ്രതി മരണപ്പെട്ടു. മതിയാക്കിക്കോ നിന്റെ പക, പ്രതികാരം എല്ലാം. അന്നേരം ദേഷ്യത്തോടെ കല്യാണി പറയുകയാണ്, എനിക്ക് എന്നോട് തന്നെയാണ് വലിയ കുഞ്ഞെ പകയും പ്രതികാരവും എല്ലാം. കാരണം ഞാൻ ചതിക്കപ്പെട്ടു കഴിഞ്ഞവളാണ്, വഞ്ചിക്കപ്പെട്ടു കഴിഞ്ഞവളാണ്. അത് നിന്റെ മാത്രം തോന്നലാണ്. ചതിക്കപ്പെട്ടതും ചതിക്കുഴിയിൽ വീണതും നീയല്ല, ഞാനാണ്. നേരായ മാർഗം ഉപദേശിച്ചെന്നപ്പോൾ അതിനെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് എല്ലാം നേടിയെന്ന് അഹങ്കരിച്ചത് ഈ ഞാനാണ്. കല്യാണി പറയുകയാണ്, അനുഭവങ്ങൾക്ക് നിർവചനങ്ങൾ കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചാണ്. പക്ഷേ ഇന്നീ നിമിഷം വരെ എന്റെ മനസ്സിൽ ദൈവതുല്യങ്ങളായി പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളെല്ലാം അതേ വിശ്വാസത്തിൽ ആരാധിക്കപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഉറപ്പുവരുത്താൻ വേണ്ടി ഒരിക്കൽ കൂടി എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോണം. അച്ഛനെ കൊന്ന കുറ്റവാളിയെയോ അതിന് കാരണക്കാരായവരെയോ തിരയാനല്ല. എന്ന് ആനന്ദ് ചോദിക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് കല്യാണി പറയുകയാണ്, എന്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിനെ കൊന്ന ശിക്ഷ കുറ്റവാളിക്ക് വാങ്ങിക്കൊടുക്കാൻ. അത് കേട്ട് ആകെ അമ്പരക്കുകയാണ് ആനന്ദ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.